ബംഗളൂരുവിലെ കോർപ്പറേറ്റ് കമ്പനികളടക്കം കർണാടകയിലെ കമ്പനികളോട് കേരളത്തിന് വേണ്ടി കർണാടക സർക്കാർ സഹായം തേടി. കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് പരമാവധി സഹായം കേരളത്തിന് എത്തിച്ചു നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് വേണ്ട അവശ്യ വസ്തുക്കളായോ പണമായോ വസ്ത്രങ്ങളായോ സന്നദ്ധ പ്രവർത്തനത്തിന്റെ രൂപത്തിലോ സഹായം എത്തിക്കാനാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഒപ്പം സർക്കാർ നേരിട്ടും സംസ്ഥാനത്തെ ദുരന്തഭൂമിയിൽ സഹായം എത്തിക്കുന്നുണ്ട്. കർണാടക PWD വിഭാഗത്തിന്റെ പ്രത്യേക സംഘം മണ്ണ് നീക്കലിന് സഹായിക്കാൻ നാളെ വയനാട്ടിലേക്കെത്തും. ബാംഗ്ലൂർ വയനാട് ദേശീയപാത 766 ഗുണ്ടൽപേട്ട് വഴി കേരളത്തിലേക്കുള്ള യാത്ര തൽക്കാലം കർണാടക നിരോധിച്ചിട്ടുണ്ട്. മുൻകരുതലെന്ന നിലയിലാണ് ഈ ഒരു തീരുമാനം. പകരം യാത്രക്കാർ ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ ഗൂഡല്ലൂർ വഴി പോകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തേക്ക് 2 IAS ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. മലയാളികളായ PC ജാഫർ, ദിലീഷ്, ശശി എന്നിവരെയാണ് നിയോഗിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സഹായം കർണാടകയിൽ നിന്ന് എത്തിക്കും. ബന്ദിപ്പൂർ വഴി രാത്രിയാത്രാ നിരോധനം ഉണ്ടെങ്കിലും സഹായത്തിന് പോകുന്ന സർക്കാർ വാഹനങ്ങളെ കടത്തിവിടും. നിയന്ത്രണം ഉണ്ടാവില്ല. എല്ലാ സഹായത്തിനും കർണാടക തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് നേതാവും വയനാട് മുൻ MPയുമായ രാഹുൽ ഗാന്ധി ബുധനാഴ്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖല സന്ദർശിക്കും. ഡൽഹിയിൽ നിന്ന് മൈസൂരിലേക്ക് പ്രത്യേക വിമാനത്തിലെത്തുന്ന രാഹുൽ ഉച്ചയോടെ മേപ്പാടിയിലെത്തുമെന്നാണ് വിവരം. മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിനു ശേഷം വിംസ് ആശുപത്രിയിലും സന്ദർശനം നടത്തും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽപ്പെട്ടവരുടെ രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും പങ്കാളിയാകാനുള്ള സന്നദ്ധത ഗോവ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ട്. സർവസ്വവും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ ദുഃഖത്തിൽ ഗോവയും പങ്കുചേരുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ നാശം വിതച്ച ചൂരൽമലയിൽ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായാണ് പാലം നിർമ്മിച്ചത്. പാലം നിർമ്മാണം പൂർത്തിയായതായി മന്ത്രിമാരായ AK ശശീന്ദ്രനും PA മുഹമ്മദ് റിയാസും സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മിച്ചത്. പാലം നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തനം വേഗമാർജിച്ചു. കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെ സൈന്യം പ്രത്യേകം നിർമ്മിച്ച പാലത്തിലൂടെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം സൈന്യവും NDRF അടങ്ങുന്ന ദൗത്യസംഘം പുഴയിലേക്ക് കടന്ന് എത്തിയിരുന്നു. ദുരന്തഭൂമിയിൽ കുടുങ്ങിയ 100ഓളം പേരെ മുണ്ടക്കയിൽ കണ്ടെത്തി. ഇവരെ വടം കെട്ടി പുഴയ്ക്ക് മുകളിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് സെന്ററിൽ നിന്ന് 200 സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ 2 വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയും വയനാട്ടിൽ വിന്യസിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ കുടുങ്ങിയ 250ഓളം പേരെ രക്ഷപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സൈനിക വിന്യാസമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു.